അബൂബക്കർ പറഞ്ഞ 45 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും ഈ കട നടത്തുന്നത്. കടയില്ലാതെ 75, 76, 77 ആ കാലഘട്ടത്തിൽ കൃഷിയും ഉണ്ടായിരുന്നു. വയലിൽ നെൽകൃഷി ചെയ്തവരെല്ലാവരും എൻ്റെ മൂത്തമാൻ്റെ മകനാണ് അബൂബക്കർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൃഷിയോട് കൂടുതൽ താല്പര്യമുണ്ട്. വയലിൽ കുറേ കൃഷി ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇത് തോല് കൊണ്ടുപോകുകയും വളം കൊണ്ടുപോകുകയും എല്ലാം ചുമടുകാരൻ അന്നത്തെ കാലത്ത് 8 മൈൽ മുതൽ ചാൽക്കര വരെ കൃഷി ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോലും കൃഷി ചെയ്യുന്ന ആളില്ല അന്നത്തെ. പിന്നെ കൂടുതലായി പറയാനില്ല. അദ്ദേഹം ജമാഅത്തിന്റെ ഭാരവാഹിയായും മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയായും എല്ലാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആളും സംസാരിച്ചു. ഏകദേശം 45 വർഷക്കാലം ഒരു കടയിൽ നിന്നുകൊണ്ട് ഈ നാടിനെ സേവിക്കുക എന്ന വലിയ കടമയാണ് നിർവഹിച്ചിട്ടുള്ളത്. പലപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഏകദേശം 100 പരം അക്കൗണ്ട് ബുക്കുകളുമായി ആ കടയിൽ കണ്ടിട്ടുണ്ട്. തീർച്ചയായും അന്നത്തെ ആ സാഹചര്യം ഇന്ന് സൂപ്പർമാർക്കുമുള്ള കാലത്ത് നമുക്ക് ചെറുപ്പക്കാർക്കൊന്നും അതിനെക്കുറിച്ച് അറിയാത്ത കാലത്ത് ഈ പ്രദേശത്തിന്റെ അടക്കമുള്ള ഈ പ്രദേശത്തിന്റെ ആളുകൾക്ക് ആ കുട്ടിയോടുള്ള സാധനം വാങ്ങി അത് എക്കോടിൽ കൂടി വാങ്ങി അത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത്തരം ഒരു സേവനമാണ് അദ്ദേഹം ഈ ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. കൂടാതെ അദ്ദേഹത്തിന് ആ ഒരു രംഗം ഇന്നും നമ്മളെല്ലാവരും മനസ്സിലുണ്ട്. അകച്ച മരിച്ചു എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു മുഖം ഇന്നും ആ പീഡിയന്റെ ചെന്നൈയിലെ ആ കസേരി നമുക്ക് കാണുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അകച്ചാനെ പറ്റി വളരെ കാര്യമായി വിസ്തരിച്ച് നമ്മുടെ പൊതുവാന പ്രസംഗവും ബാക്കി എല്ലാവരും പറഞ്ഞു. ഇൻഷാല്ലാ അദ്ദേഹത്തിന്റെ കബർ ജീവിതം അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി. City Gold, Gold and Diamonds, Kerala and Karnataka.